ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സങ്കീർത്തനങ്ങൾ നമ്മൾ തുടർച്ചയായി പഠിച്ചു വരികയാണ്. 14 സങ്കീർത്തനങ്ങൾ പഠിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് 15-ാമത്തെ സങ്കീർത്തനമാണ്. 1-ാം സങ്കീർത്തനം പോലെ ഏതൊരു കാലത്തുമുള്ള ദൈവജനത്തിന് അനുയോജ്യമായൊരു സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. ഇത് ചെറിയൊരു സങ്കീർത്തനമാണ് എന്ന് വെച്ചാൽ ആകെ 5 വാക്യങ്ങളെ ഈ സങ്കീർത്തനത്തിന് ഉള്ളൂ. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് നമ്മൾ പരിശോധിച്ചാൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം 2 ശമൂവേൽ 6-ാം അധ്യായം, അതുപോലെ തന്നെ 1 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിലും നമുക്ക് കാണാം. യഹോവയായ ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ നിന്ന് സംഗീതത്തോടും നൃത്തത്തോടും കൂടെ ദാവീദിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുമ്പോൾ പാടിയ പാട്ടായി കരുതുന്നു ഈ 15-ാം സങ്കീർത്തനം. 5 വാക്യങ്ങളുള്ള ഈ 15-ാം സങ്കീർത്തനത്തിൻ്റെ വിഭജനം നമുക്ക് നോക്കാം. ഈ സങ്കീർത്തനത്തിൻ്റെ വാക്യം 1-ൽ ഒരു ചോദ്യം ചോദിക്കുകയും തുടർന്ന് വരുന്ന 4 വാക്യങ്ങളിൽ അതിൻ്റെ ഉത്തരം പ്രസ്താവിക്കുന്നതുമായി കാണാം. അപ്പോൾ 2 ഭാഗങ്ങളായി ഈ സങ്കീർത്തനത്തെ വിഭജിക്കാം. 1-ാം വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയും തുടർന്ന് വരുന്ന 4 വാക്യങ്ങളിൽ അതിൻ്റെ ഉത്തരം പറയുകയും ചെയ്യുന്നു. ഈ 15-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ഇവിടെ കൂടാരം അതുപോലെ വിശുദ്ധ പർവ്വതം ഒരേ അർത്ഥമാണ് കൂടാരത്തിനും വിശുദ്ധ പർവ്വതത്തിനും കൽപ്പിച്ചിരിക്കുന്നത്. 48-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരനും ആകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യം ഉള്ള ഇടമാണ് കൂടാരം അല്ലെങ്കിൽ വിശുദ്ധ പർവ്വതം. കൂടാരത്തിന് സമാഗമന കൂടാരമെന്നും ദൈവജനത്തിന് ദൈവം വരും ഭാവിയിൽ ഒരുക്കുന്ന വിശ്രാമത്തെയും അല്ലെങ്കിൽ ദൈവസഭയെയും കാണിക്കുന്നു. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു വസിക്കുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ കൂടാരം. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാർ ഭൂമിയിൽ 2-3 പേർ കൂടി വരുന്നിടത്ത് അവൻ്റെ സാന്നിധ്യമുണ്ട്. മത്തായി 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ആ തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള അല്ലെങ്കിൽ നിൽക്കുന്നവൻ്റെ യോഗ്യതയാണ് ഇനി തുടർന്ന് വരുന്ന 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇനി 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്: നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഒരു ദൈവ പൈതലിൻ്റെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് 2 മുതൽ 5 വരെ പറഞ്ഞിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ ഈ തിരുവചന ഭാഗങ്ങൾ 1-ാം സങ്കീർത്തനമായും സദൃശ്യവാക്യങ്ങളുമായും
ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ 2-ാം വാക്യത്തിൽ പറയുന്ന നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പിലെ നിഷ്കളങ്കത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിതത്തെ മൊത്തമായാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ്റെ വായ് സത്യം സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ വീണ്ടും പറയുമ്പോൾ കുരള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരദൂഷണം ആണ്. മറ്റൊരുവന് മുറിവേൽക്കുന്ന രീതിയിലും അപമാനം വരുത്തുന്ന രീതിയിലും നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാകുന്നു. പിന്നെ നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം? വചനം പറയുന്നത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആകണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4:6 നാം ഇത് കാണുന്നത്. അതോടൊപ്പം തന്നെ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ കഴിയണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:3 ഇങ്ങനെയാണ് പറയുന്നത്: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. അങ്ങനെ ഒരു ദൈവ പൈതൽ മനുഷ്യനോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും പറയുന്ന വാക്കും ചെയ്യുന്ന സത്യവും അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ലാത്തതാകുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നാം ഒരു യിഫ്താഹിനെ കാണുന്നു. താൻ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോകുമ്പോൾ യിഫ്താഹ് യഹോവയ്ക്കൊരു നേർച്ച നേരുന്നുണ്ട്. യിഫ്താഹ് ഇങ്ങനെയാണ് പറയുന്നത്: നീ അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. ഇങ്ങനെ യഹോവയുടെ സന്നിധിയിൽ നേർച്ച നേർന്ന യിഫ്താഹ് യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ തന്നെ എതിരേറ്റത് തൻ്റെ സ്വന്തം മകളായിരുന്നു. എന്നാൽ താൻ യഹോവയോട് ചെയ്ത സത്യനിമിത്തം യിഫ്താഹ് തൻ്റെ മകളെ യഹോവയ്ക്ക് ഹോമയാഗമായി കഴിച്ചതായിട്ട് നാം വചനത്തിൽ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവഭക്തന്മാർ ദൈവത്തോട് പറയുന്ന വാക്കും ചെയ്യുന്ന സത്യവും ഒരിക്കലും മാറുവാൻ അല്ലെങ്കിൽ മാറ്റുവാൻ പാടുള്ളതല്ല. വീണ്ടും സങ്കീർത്തനം വായിക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദൈവം വെറുക്കുന്ന പലിശ ദൈവ പൈതലും വെറുക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ദൈവ പൈതൽ ആയിരിക്കണം. ഈ സങ്കീർത്തനത്തെ നമ്മൾ ആദ്യം വിഭജിച്ചത് 1-ാം വാക്യത്തിൽ ചോദ്യം ചോദിക്കുകയും തുടർന്ന് വരുന്ന 4 വാക്യങ്ങളിൽ അതിൻ്റെ ഉത്തരം പ്രസ്താവിക്കുകയും ചെയ്യുന്നതായിട്ടാണ്. വീണ്ടും നമുക്ക് ഈ സങ്കീർത്തനത്തെ 2ആയിട്ട് മറ്റൊരു തരത്തിൽ വിഭജിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് ദൈവ പൈതൽ ചെയ്യേണ്ട കാര്യങ്ങളും 2 ചെയ്യേണ്ടാത്ത കാര്യങ്ങളും. അതായത് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ട് ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങളെ നമുക്ക് വീണ്ടും വിഭജിക്കാവുന്നതാണ്. ഇതിൽ ദൈവ പൈതൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് 1 നടപ്പിൽ നിഷ്കളങ്കതയാണ്, 2 സംസാരത്തിലെ സത്യസന്ധത, 3 ഒരു ദൈവ പൈതൽ ദുഷ്ടനെ നിന്ദ്യനായി കാണണം, 4 ദൈവഭക്തന്മാരെ ബഹുമാനിക്കണം, 5 സത്യം ചെയ്താൽ മാറരുത്. ഇങ്ങനെ 5 കാര്യങ്ങൾ ദൈവ പൈതൽ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ദൈവ പൈതൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ വീണ്ടും ഈ സങ്കീർത്തനത്തിൽ പറയുന്നു. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 നാവ് കൊണ്ട് പരദൂഷണം പറയരുത്, 2 സ്നേഹിതനോട് ദോഷം ചെയ്യരുത്, 3 കൂട്ടുകാരന് അപമാനം വരുത്തരുത്, 4 ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്, 5 കൈക്കൂലി വാങ്ങരുത്. ഇങ്ങനെ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട 5 കാര്യങ്ങളും
ചെയ്യരുതാത്ത 5 കാര്യങ്ങളും ഈ സങ്കീർത്തനത്തിൽ പ്രസ്താവിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വ്യവസ്ഥ പ്രമാണിച്ച് ജീവിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അവന് സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ട്. ദൈവവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവവചനം വിലക്കുന്നതായ കാര്യങ്ങളിൽ നിന്നും നാം പിന്തിരിയേണ്ടതായിട്ടും ഉണ്ട്. ഈ സങ്കീർത്തനത്തിലൂടെ കളങ്കമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളായി മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതവും പ്രവൃത്തിയും ദൈവവചനത്തിന് മുമ്പിൽ പരിശോധിച്ചുകൊണ്ട് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. ഈ സങ്കീർത്തനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. അടുത്ത സങ്കീർത്തനവുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.